അപ്പോ വിത്തുകാളയെ BJP ഓഫീസിൽ തന്നെ സൂക്ഷിക്കണം, ബോംബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ആ ബോംബ് വെറും ഏറുപടക്കമായിട്ട് ചീറ്റിപ്പോയി. അതിന് വെറും 24 മണിക്കൂർ പോലും ആയുസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമസ്കാരം. അപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു CPM MLA, അതും വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ MLAയും അതുപോലെ തന്നെ മുൻ സ്ഥാനാർത്ഥി CPMന്റെ പ്രവർത്തക ഒക്കെ ആയിട്ടുള്ള KJ ഷൈൻ ടീച്ചറും ചേർത്തുള്ള ഒരു വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ആ സ്റ്റോറി ചെയ്തില്ല എന്നൊക്കെ ചില സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു. സത്യത്തിൽ ഇതില് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ BJP നേതാക്കൾ ആരും തന്നെ ഈ ഒരു വാർത്ത ഏറ്റെടുത്തില്ല. അതുപോലെ തന്നെ പക്ക BJP സൈബർ ഇടങ്ങൾ ഒന്നും ഈ വാർത്ത ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് സത്യം ആണെങ്കിൽ മാത്രമേ അതിനെതിരെ വിമർശനം അല്ലെങ്കിൽ പ്രതികരണം അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള ഇടപെടലുകൾ ഇതെല്ലാം BJP നടത്തുള്ളൂ എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് ഇവിടെ തെളിവാവുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം മാത്രമേ പറയൂ എന്നുള്ള BJPയുടെ ഒരു നിലപാട് ഇവിടെ വ്യക്തമാവുകയാണ്. കാരണം ഇപ്പോ പുറത്തേക്ക് വരുന്ന ആ വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ഒരു കഥ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ധൈര്യത്തോടു കൂടി നിയമസഭയിലേക്ക് എത്തി എന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, BJPക്കാരോട് നമ്മളുടെ VD സതീശൻ ആ വിത്തുകാളയും കൊണ്ട് ഒരു പ്രകടനം നടത്തിയപ്പോൾ ആ വിത്തുകാളയെ BJP ഓഫീസിൽ തന്നെ സൂക്ഷിക്കണം, ഉടനെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ ബോംബ് എന്ന് അദ്ദേഹം ഇറക്കിയ ആ ഒരു പൊട്ടാസ് പൊട്ടിയിരിക്കുന്നത് VD സതീശന്റെ മണ്ഡലത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ 26 ദിവസത്തോളം അടൂരിലെ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു, അടച്ച മുറിയിൽ കഴിയുകയായിരുന്നു. എന്നിട്ട് സെന്റിമെന്റ്സ് ഇറക്കാനാണ് ശ്രമിച്ചത്. ഞാൻ ട്രോമയിലാണ്, പാരസെറ്റമോൾ കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്, അങ്ങനെയുള്ള കുറെ സെന്റിമെന്റ്സുകൾ. അപ്പോഴും ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി എതിർ പാർട്ടിക്കാർ ഉപയോഗിച്ചതാണ്, ഇതിൽ വസ്തുതയൊന്നുമില്ല എന്നുള്ള ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടില്ല. മാത്രമല്ല ധാരാളം തെളിവുകൾ പുറത്തോട്ട് വരികയും ചെയ്തു. പക്ഷെ ഇവിടെ ഒരു ഫോട്ടോയോ ഒരു വോയിസ് റെക്കോർഡോ ഒന്നും പുറത്തേക്ക് വന്നില്ല. ആകെ ഒരു അച്ചടി വാർത്ത മെട്രോ വാർത്തയിൽ വന്നു. അതിനെ പിന്തുടർന്നുകൊണ്ട് കുറെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ അത് വളരെ പൊലിപ്പിച്ചുള്ള ഒരു കഥയാക്കി. അതായത് കഥക് വെട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറി, കട്ടിലിനടിയിൽ നിന്ന് പിടിച്ചു എന്നിങ്ങനെയൊക്കെയുള്ള അസംബന്ധം പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ ആ ഇരകളായവർ, അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന MLAയും ഷൈൻ ടീച്ചറും ചെയ്തത് 24 മണിക്കൂറിനുള്ളിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അതിനെതിരെ പ്രതികരിച്ചു. മാത്രമല്ല അവര് പരാതി കൊടുക്കാൻ തയ്യാറായി. ഇന്നാണെങ്കിൽ ഷൈൻ ടീച്ചറുടെ വീട്ടിൽ വന്ന് എറണാകുളത്തെ റൂറൽ പോലീസ് മൊഴിയെടുത്തു. അവര് ഇതിനു വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അടക്കം മൊഴി നൽകി. മാത്രമല്ല ഈ MLA ഉണ്ണികൃഷ്ണന്റെ പോസ്റ്റിൽ കൃത്യമായി ഇതിനെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ പേരടക്കം മെൻഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. അത്രയ്ക്ക് ചങ്കൂറ്റത്തോടുകൂടി അവര് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഈ ഷാജഹാൻ എന്ന് പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയ്ക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെട്രോ വാർത്തയ്ക്കെതിരെ പോലീസ് ഓൾറെഡി കേസ് എടുത്തു കഴിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. പക്ഷേ ഷൈൻ ടീച്ചറോടും ഈ ഉണ്ണികൃഷ്ണനോടും എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു ആരോപണം കിട്ടേണ്ടതായിരുന്നോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പാർട്ടിക്ക് കിട്ടേണ്ടത് തന്നെയാണ്. കാരണം ഇവര് വിദ്യാർത്ഥികളെ കോളേജിലോട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI വെക്കുന്ന പോസ്റ്റർ കാണണം.
രണ്ട് നായ്ക്കൾ, അതായത് നായയും പട്ടിയും ചേർന്ന് ഇണചേരുന്ന പോസ്റ്ററാണ് കോളേജുകളിൽ വിദ്യാർത്ഥികളെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ അവർ വെക്കുന്നത്. അതേപോലെ തന്നെ ഇവര് ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കണം, അയാളുടെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതം നശിപ്പിക്കണം എന്ന് ഇടതുപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഉപാധി എന്ന് പറയുന്നത് സ്ത്രീ വിഷയത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ആ ഒരു പാർട്ടി ഇതുപോലെയുള്ള വ്യാജമാണെങ്കിൽ പോലും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ അവരും നേരിടണം, അവരും അറിയണം ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അത് ഷൈൻ ടീച്ചർക്കെതിരെ വന്നു അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ എതിരെ വന്നു എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും അവരത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തു, ധീരമായിട്ട് തന്നെ അവർ അതിനെതിരെ പ്രതികരിച്ചു, പോലീസിൽ പരാതി കൊടുത്തു, മൊഴി കൊടുത്തു, കേസുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് BJP എന്ന് പറയുന്നത് ഇതിൽ ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സത്യമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണമായിരുന്നു. അതായത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്കെതിരെ അവർ പ്രതികരിക്കുകയുള്ളൂ. അല്ലാതെ വ്യക്തിഹത്യ, അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള വ്യക്തിഹത്യ എന്ന് പറയുന്നത് BJPയുടെ ഒരു അജണ്ടയല്ല. അത് സൈബർ ഹാൻഡിലുകൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥ ഒരു രാഷ്ട്രവാദി അല്ലെങ്കിൽ ദേശസ്നേഹി, അത് ദേശത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ ആണെങ്കിൽ അവർക്ക് ഇതൊന്നുമല്ല അജണ്ട, വികസനം മാത്രമാണ്. അതുകൊണ്ട് കൃത്യമായി BJP ഈ വിഷയത്തിൽ ഇടപെട്ടില്ല, ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്.